ഹായ് സ്റ്റുഡൻസ്. സോ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് റേഷ്യോ എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ് ആയിരുന്നു. സോ റേഷ്യോയിൽ നമ്മൾ പറഞ്ഞു റേഷ്യോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റേഷ്യോ ഉണ്ട്. ഇൻവേഴ്സ് റേഷ്യോ, കോമ്പൗണ്ട് റേഷ്യോ എന്നുള്ളതൊക്കെയാണ് നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ നമ്മൾ താഴത്തോട്ട് വന്നു, റേഷ്യോ എന്താണെന്ന് പഠിച്ചു, റേഷ്യോയുടെ ഓരോ പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചു. മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. ഓരോന്നും ഇമ്പോർട്ടൻ്റ് ആണ്. നോട്ട് ഓൺലി ദിസ് ചാപ്റ്റർ ബട്ട് ഓൾസോ ഇനി അതർ ചാപ്റ്ററിലൂടെ പോകുമ്പോൾ റേഷ്യോ എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, യെസ്, നമുക്ക് താഴോട്ട് പോവാം. സോ നമ്മൾ ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന കാര്യം എന്ന് പറയുന്നത് ഇൻവേഴ്സ് റേഷ്യോ എന്താണെന്നുള്ളതാണ്. എടാ, ഇൻവേഴ്സ് റേഷ്യോ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞു എന്താണ്, ഒരു റേഷ്യോ തിരിച്ചിട്ടാൽ മതി. ഒരു എക്സാമ്പിൾ നോക്കിക്കോ. ഇൻവേഴ്സ് റേഷ്യോന്റെ ഒരു എക്സാമ്പിൾ ആണ് 1/2ന്റെ 1/2 എന്ന് പറയുന്ന ഒരു റേഷ്യോ ആണല്ലോ, അല്ലെങ്കിൽ 1:2 അല്ലേ. 1:2 തന്നെ നമ്മൾ എന്താ എഴുതുന്നു, 1/2 എന്ന് എഴുതുന്നത്. ഈ 1/2ന്റെ ഇൻവേഴ്സ് റേഷ്യോ 2/1. സിമ്പിൾ അല്ലേ. അതായത് 1/3 ഇതിന്റെ ഇൻവേഴ്സ് റേഷ്യോ ആണ് എന്ത്, 3/1. ഇങ്ങനെ നേരെ ജസ്റ്റ് തല തിരിച്ചിടുന്നതിനാണ് ഇൻവേഴ്സ് റേഷ്യോ എന്ന് പറയുന്നത്. ഇൻവേഴ്സ് റേഷ്യോന്റെ പ്രൊഡക്റ്റ്, അതായത് അത് രണ്ടും മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുക എപ്പോഴും 1 ആയിരിക്കും. അത് ഞാൻ അതിന്റെ എക്സാമ്പിൾ അടക്കം സഹിതം കാണിച്ചു തന്നു. ഓക്കെ, അതിനുശേഷം നമ്മൾ സം പ്രോപ്പർട്ടീസ് ഓഫ് റേഷ്യോ പഠിച്ചു. അതായത് ഇതല്ലാത്ത വേറെയും കുറച്ച് റേഷ്യോസ് പഠിച്ചു. എന്താണ് അതിൽ ഫസ്റ്റ് വൺ? അതിൽ ഫസ്റ്റ് വൺ ആണ് എന്ത്, നോക്കിക്കോ. A ratio A is to B is said to be greater inequality. അല്ലെ, ആദ്യത്തെ നമ്പർ വലുതും രണ്ടാമത്തെ നമ്പർ ചെറുതുമാണെങ്കിൽ അതിനെ നമ്മൾ ഗ്രേറ്റർ ഇനീക്വാളിറ്റി എന്നും, ആദ്യത്തെ നമ്പർ ചെറുതും രണ്ടാമത്തെ ഇത് വലുതുമാണെങ്കിൽ നമ്മൾ അതിനെ ലെസർ ഇനീക്വാളിറ്റി എന്ന് പറയും. സാധാരണ ഇതൊക്കെ സ്കിപ്പ് ചെയ്യാറ്, എന്താ പറയാ, ആരും ശ്രദ്ധിക്കാത്ത പോയിന്റ്സ് ആണ്. ഓക്കെ, നമ്മൾ ടെസ്റ്റിൽ എല്ലാ കാര്യങ്ങളും എന്തുണ്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് കോമ്പൗണ്ട് റേഷ്യോ എന്താന്ന് പറഞ്ഞു അല്ലെ. കോമ്പൗണ്ട് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താ, ഫസ്റ്റത്തെ ടേംസുകളൊക്കെ എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക, രണ്ടാമത്തെ ടേംസ് ഒക്കെ എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. അതിനല്ല പറയുന്നത്. അതായത് A:B, C:D ഇതിന്റെ കോമ്പൗണ്ട് റേഷ്യോ ആണ്. ഫസ്റ്റത്തെ ടേം രണ്ടിന്റെ ഇന്ത്യ എന്ത് വരും, AC, രണ്ടാമത്തിന്റെ BD. ഇതല്ലടെ കോമ്പൗണ്ട് റേഷ്യോ. ഇത് എത്ര ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് അങ്ങനെ ചെയ്ത് പോയിക്കൂടെ. ഫസ്റ്റത്തെ ടേംസ് ആൾ എന്ത് ചെയ്യുക, രണ്ടാമത്തെ ടേംസ് ആളും എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പൊ അതും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അതും മനസ്സിലായി എന്ന് വരികയാണ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് ഈ ഒരു ഏരിയയിൽ നിന്ന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ കാണും. ഓക്കെ, ഇനി അടുത്ത ഒന്നാണ് ദ റേഷ്യോ കോമ്പൗണ്ട് ദ റേഷ്യോ. ഓക്കെ, എ റേഷ്യോ കോമ്പൗണ്ട് ഇറ്റ് സെൽഫ് കോൾഡ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ. ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു നമ്പർ അത് തന്നെ കോമ്പൗണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ എക്സാമ്പിൾ A:B എന്ന് പറയുന്നത് ഒരു റേഷ്യോ ആണല്ലോ. ഇതിന്റെ അതേ റേഷ്യോ ആയിട്ട്, അതായത് ഇതിനെ ഏത് A:B ആയിട്ട് തന്നെ എന്ത് ചെയ്യുക, കോമ്പൗണ്ട് ചെയ്യുക. അപ്പൊ ഫസ്റ്റ് രണ്ടിന്റെ ടേം എന്താ, A എന്ന് വരും, B into B. A എന്ന് പറഞ്ഞത് A²B² എന്ന് വരും. അതായത് A:B എന്ന് പറയുന്നത് A:B ആയിട്ട് തന്നെ കോമ്പൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിന് ആൻസർ എന്താ കിട്ടുക, A²B². ഇതിനെയാണ് പറയുന്നത് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ. ഈ A²B² പറയുന്ന പേരാണ് എന്ത്, ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ. ഒരു എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്, ഇവിടെ അത് തന്നെ പറയുന്നത് A²B², ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ഓഫ് A:B. ഇനി ഇത് തന്നെ 3 തവണ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാണെന്ന് വിചാരിച്ചു. അതായത് A:B, വീണ്ടും A:B, വീണ്ടും A:B, ഇങ്ങനെ 3 ഉണ്ട്. അപ്പൊ ഇതിനൊക്കെ 3 പാടെ എന്ത് ചെയ്യുക, 3 കോമ്പൗണ്ട് ആവുകയാണ്. അപ്പൊ എന്ത് വരും, A into A into A is to B into B into B. അപ്പൊ നമ്മുടെ A എന്ന് വരുമ്പോ എന്താ പറയുക, A³ അല്ലേ. യെസ്, B വരുമ്പോ എന്ത് വരും, B³. ഇതിന് വേറൊരു പേര് പറയും. ഇതിനെയാണ് പറയുന്നത് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ. പഠിച്ചോടാ, പഠിച്ചോ ട്രിപ്ലിക്കേറ്റ് റേഷ്യോ. ഓക്കെ, യെസ്. അപ്പൊ കോമ്പൗണ്ട് റേഷ്യോ എന്താന്ന് മനസ്സിലായി, ട്രിപ്ലിക്കേറ്റ് റേഷ്യോ അല്ല ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്താന്ന് മനസ്സിലായി, ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എന്താണെന്ന് മനസ്സിലായി. ഒരു എക്സാമ്പിൾ നമുക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോ 2:3 ഇതിന്റെ 2 റേഷ്യോ കാണണം. ഏതൊക്കെ, ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോയും കാണണം, ട്രിപ്ലിക്കേറ്റ് റേഷ്യോയും കാണണം. ഓക്കെ ആണല്ലോ, രണ്ടും കാണാൻ പോകാം. ഫസ്റ്റ് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ആണ്. എന്താ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ? ഞാൻ പറഞ്ഞു A:B ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ആണ് A²B². സോ ഇവിടെ അതിന് പകരമായിട്ട് ഇവിടെ 2:3 ഉള്ളത്. ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ രണ്ടിന്റെ സ്ക്വയർ എടുത്താൽ മതി. 2ന്റെ സ്ക്വയർ 4, 3യുടെ സ്ക്വയർ 9.
അപ്പോൾ 2:3 ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ആണ് 4:7. ഇപ്പൊ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്താ മനസ്സിലായാലും വളരെ സിമ്പിൾ. ഇനി ഇതിന്റെ 2:3 തന്നെ ട്രിപ്ലിക്കേറ്റ് റേഷ്യോ നമുക്ക് കാണാം. എങ്ങനെ ട്രിപ്ലിക്കേറ്റ് ചെയ്യുന്നത്? ക്യൂബ് ആണ് വേണ്ടത്. ക്യൂബ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു നമ്പറിനെ 3 തവണ ഗുണിച്ചാൽ കിട്ടുന്ന നമ്പറിനെയാണ് ക്യൂബ് എന്ന് പറയാം. അപ്പോ 2യുടെ ക്യൂബ് അല്ലെ, അപ്പൊ എന്താ പറയാ, ഇവിടെ ട്രിപ്ലിക്കേറ്റ് ആണെങ്കിൽ ക്യൂബ് എടുത്താൽ മതി. ഏതാ നമ്പർ? ഇപ്പൊ 2യുടെ ക്യൂബ് 2 ക്യൂബ് ഈസ് ടു 3 ക്യൂബ് എന്ന് വരും. എന്താ 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ? 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2 × 2 × 2 അത് എത്രയാണ്? 8 ആണ്. അപ്പൊ 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ അത്ര 8. ഇനി 3 ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ? 3 × 3 × 3 അത് എത്രയാണ്? 27. എത്ര? 27. അതാണ് അപ്പൊ ഇതിന്റെ 2:3 ട്രിപ്ലിക്കേറ്റ് റേഷ്യോ കണ്ടോ. അപ്പൊ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ട്രിപ്ലിക്കേറ്റ് റേഷ്യോ ഡിഫറെന്റ് ആണ്, വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഓക്കെ ആണല്ലോ? അപ്പൊ അത് കഴിഞ്ഞു. ഇനി അപ്പൊ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ട്രിപ്ലിക്കേറ്റ് റേഷ്യോ കഴിഞ്ഞു. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കാം. ഇനി അതിന്റെ ഓപ്പോസിറ്റ് സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ അടുത്ത പഠിക്കാനുള്ളതാണ്. സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ A:B സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ആണ് എന്ത്? √A√B. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. എന്താണ് ആദ്യം സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ. ഓക്കെ, യെസ്. ഇപ്പൊ സപ്പോസ് ഒരു റേഷ്യോ 4:9 ഇതൊരു റേഷ്യോ ആണല്ലോ. ഇതിന്റെ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് എന്താന്ന് പറഞ്ഞു? 2ന്റെ സ്ക്വയർ എടുക്കുക. ഓക്കെ, അതിനെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയാം. ഈ സ്ക്വയറിന്റെ നേരെ ഓപ്പോസിറ്റ് ആരാ? ഒരാളുണ്ട്. ആരാ അതിന്? അയാൾ ആ പേരെന്താ? റൂട്ട്. ഓക്കെ, യെസ്, റൂട്ട്. അപ്പോ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താ? 2ന്റെ സ്ക്വയർ എടുക്കുക. അപ്പൊ സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താ? 2ന്റെ റൂട്ട് എടുക്കുക. മനസ്സിലായോ? യെസ്. അപ്പോ 4:9 സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എങ്ങനെ കാണാം? 2ന്റെ റൂട്ട് എടുക്കുക. √4 √9. ഇതിനെ പറയാം സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ. ഇപ്പൊ √4 എത്ര? 2. √3 √9 എത്ര? 3. അപ്പോ ഇതിന്റെ സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ആണ് 2:3. മനസ്സിലായോ? വളരെ സിമ്പിൾ. ഇനി നോക്കിക്കോ, ഇവിടെ വേറൊരു കാര്യം ഇവിടെ മനസ്സിലാക്കാനുണ്ട്. ഓക്കെ, എന്താന്ന് നോക്കിയോ, ഒരു നമ്പർ 2:3 ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ നമുക്ക് കണ്ടൂടെ? കാണാം. എന്താ അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ? 2യുടെ സ്ക്വയർ 4, 4:9, 3യുടെ സ്ക്വയർ 9. ഇതിന്റെ നമ്മുടെ ഈ നമ്പറിന്റെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ആണ് ഇത് അല്ലേ? ഈ നമ്പറിന്റെ സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ആണ് എന്ത്? മുകളിൽ കൊടുത്തത്. അപ്പൊ ഡ്യൂപ്ലിക്കേറ്റും സബ് ഡ്യൂപ്ലിക്കേറ്റും തമ്മിലും ബന്ധമുണ്ട്, ഒരു കണക്ഷൻ ഉണ്ട്. കണ്ടോ, ഇവിടെ 2:3ന്റെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ആണ് 4:9. 4:9ന്റെ സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ആണ് 2:3. മനസ്സിലാവുന്നുണ്ടോ? ആ കണക്ഷൻ മനസ്സിലാവുന്നുണ്ടോ? വെരി ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, യെസ്. ഇനി ഇതുപോലെ തന്നെ ട്രിപ്ലിക്കേറ്റും. വേറെ എക്സാം സബ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എന്താ നമ്മൾ ആൾറെഡി പറഞ്ഞു. എന്താ സബ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഒരു നമ്പറിന്റെ ക്യൂബ് എടുക്കുക. 2:3 നമ്മൾ നേരത്തെ കണ്ടു. ഓക്കെ, അത് ഞാൻ പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ, ഇനി സബ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എന്താണ്? ഒരു എക്സാമ്പിൾ 8:27. ഇതിന്റെ സബ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ നമ്മളോട് കാണാൻ പറഞ്ഞു എന്ന് വിചാരിക്കുക. അപ്പൊ എന്താ ചെയ്യുന്നോ? 8ന്റെ ക്യൂബ് റൂട്ട്. 8ന്റെ ക്യൂബ് റൂട്ട് എന്താ? ക്യൂബ് റൂട്ട് അല്ല, ക്യൂബ് റൂട്ട് എത്ര? 2 ആണ്. 27ന്റെ ക്യൂബ് റൂട്ട് എത്രയാണ്? 3 ആണ്. അപ്പൊ നോക്കടാ, ഇതിന്റെ ഈ ഒരു റേഷ്യോയുടെ സബ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ ആണ് എന്ത്? 2:3. വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഓക്കെ, യെസ്. അപ്പൊ സബ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ ഇതാണ് തന്നുള്ളത് 2:3, മറ്റേ 8:27. മനസ്സിലായി എന്ന് വിചാരിക്കാം. ഓക്കെ, കണ്ടോ ഇവിടെയും നോക്കണ, കണ്ടോ ഇതിന്റെ ട്രിപ്ലിക്കേറ്റ് റേഷ്യോ ആണിത്. ബന്ധം ഉണ്ടടാ. കണ്ടോ, ഇതിന്റെ ട്രിപ്ലിക്കേറ്റ് റേഷ്യോ ആണിത്. കാരണം 2യുടെ ക്യൂബ് എത്ര? 8, 3യുടെ ക്യൂബ് എത്ര? 27. ഇതിന്റെ സബ് ട്രിപ്ലിക്കേറ്റ് ആണ് 2:3. അപ്പൊ ഇത് കണക്റ്റഡ് ആണ്. ഇങ്ങനെ സർക്കിൾ പോലെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അത് കഴിഞ്ഞു. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. വിത്ത് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞ അതേ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തൊരു പോയിന്റിലോട്ട് പോവാം. ഇഫ് the ratio of two similar quantities can be expressed as a rational number,
ദ ക്വാണ്ടിറ്റി ഈസ് സെഡ് ടു ബി കമൻഷുറബിൾ അല്ലെങ്കിൽ കോമൻഷുറബിൾ എന്നൊക്കെ പറയാം. എന്താ കമൻഷുറബിൾ എന്ന് പറഞ്ഞാൽ റാഷണൽ നമ്പേഴ്സ്. വാട്ട് ഈസ് മീൻ ബൈ റാഷണൽ നമ്പേഴ്സ്? റാഷണൽ നമ്പേഴ്സ് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവേണ്ടതാണ്. എന്താണ് റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ P/Q ഫോർമാറ്റിൽ എഴുതാൻ പറ്റുന്ന നമ്പേഴ്സിനെയാണ് റാഷണൽ നമ്പേഴ്സ് എന്ന് പറയാം. വാട്ട് ഈസ് P/Q? P/Q എന്ന് പറഞ്ഞാൽ P/Q അതായത് ഇതിൽ പിയും ക്യൂവും ഇൻഡിജേഴ്സ് ആവണം. ഇവിടെ വേർ P ആൻഡ് Q ആർ ഇൻഡിജേഴ്സ്, Q നോട്ട് ഈക്വൽ ടു 0. അതാണ് റാഷണൽ നമ്പേഴ്സിന്റെ ഡെഫിനിഷൻ. ഫോർ എക്സാമ്പിൾ 1/2. വാട്ട് ഈസ് ഇൻഡിജേഴ്സ്? പറയുകയാണെങ്കിൽ കുറേ പറയാനുണ്ട് കേട്ടോ. എന്താ ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞാടാ? ഓക്കെ, നെഗറ്റീവ് നമ്പേഴ്സ്, 0, പോസിറ്റീവ് നമ്പേഴ്സ്. നമ്മുടെ ഹോൾ നമ്പേഴ്സ് ഇല്ലടാ, നമ്പർ ലൈനിലെ നെഗറ്റീവ് 3 ഇതൊക്കെ ഇൻഡിജേഴ്സ് ആണ്. അപ്പൊ പിയും ക്യൂവും P/Q എന്ന് പറയുന്ന ഫോർമാറ്റിൽ എഴുതാൻ പറ്റുന്ന നമ്പേഴ്സ്, അതിന് പിയും ക്യൂവും എന്തായിരിക്കണം? ഇൻഡിജേഴ്സ് ആണ്. Q ഡസ് നോട്ട് ഈക്വൽ ടു 0. കാരണം Q 0 ആയി കഴിഞ്ഞാൽ അത് ഇൻഫിനിറ്റി ആവും. അതുകൊണ്ടാണ് Q 0 ആവാൻ പറ്റാത്തത്. ഓക്കെ, നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കും. അങ്ങനെ എഴുതാൻ പറ്റുന്ന, അപ്പൊ ആ ഒരു ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന റേഷ്യോ ആണെന്നുണ്ടെങ്കിൽ അതിനെ കൊമൻഷുറബിൾ റേഷ്യോസ് എന്ന് പറയും. ഇനി അങ്ങനെ എഴുതാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇൻകൊമൻഷുറബിൾ എന്ന് പറയും. ഇനി ഇതാണ് റാഷണൽ നമ്പേഴ്സ്. റാഷണൽ നമ്പേഴ്സിന് എക്സാമ്പിൾ ആണ് 1/2, 1/3, 2/3 ഒക്കെ നമ്മൾ 2, 3, 4, 5 എല്ലാ നമ്പേഴ്സും റാഷണൽ നമ്പേഴ്സ്. ഇനി റാഷണൽ നമ്പേഴ്സിന് വേറെ ഓപ്പോസിറ്റ് വരാറുണ്ട്, ഇറാഷണൽ നമ്പേഴ്സ്. റാഷണൽ നമ്പേഴ്സ് ആണ് √3. റൂട്ട് ഇല്ലാത്ത എല്ലാ നമ്പേഴ്സും അതെന്താ? ഇറാഷണൽ, റൂട്ട് ഇല്ലാത്ത. പക്ഷെ √25 എന്തല്ല റാഷണൽ, കാരണം അത് 5 ആണ്. 5 എന്ന് പറഞ്ഞാൽ എന്താ? റാഷണൽ നമ്പറാണ്. ഓക്കെ, അപ്പൊ ഇറാഷണലും റാഷണൽ മനസ്സിലായോ? അപ്പൊ ഇറാഷണൽ നമ്പേഴ്സിലാണ് നമുക്ക് അതിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇൻകൊമൻഷുറബിൾ എന്നാണ് അതിന് പറയാം. ഓക്കെ, ഇത് സാധാരണ ഞാൻ എക്സാമിന് കണ്ടത് വളരെ കുറവാണ്. ഓക്കെ, സോ എന്നാലും ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കിയേക്കാം. ഇപ്പൊ √3:√2 എന്ന് പറയുന്നത് ഇൻകൊമൻഷുറബിൾ ആണ്. ഓക്കെ, വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കാം. അപ്പൊ ആ ക്വാണ്ടിറ്റി അത് എന്ത് ചെയ്തു കഴിയും. അതായത് ഇപ്പൊ 2:3 ഇതെന്താ? കമൻഷുറബിൾ ആണ്. √2:√3 ഇതെന്താ? ഇൻകമൻഷുറബിൾ ആണ്. ഇനി ആറാമത്തെ പോയിന്റ് എന്താണ്? കണ്ടിന്യൂഡ് റേഷ്യോ is a relation between magnitude of 3 or more quantities of same kind. The continued ratio are similar. A, B are written as A:B:C. നോക്കടാ, എ ബിയും സി ഒക്കെ എന്താ പറയാ? കണ്ടിന്യൂഡ് റേഷ്യോ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും A:B:C. നോക്കിക്കോ, ജസ്റ്റ് നമുക്കൊരു ഇല്ലുസ്ട്രേഷൻ നോക്കാം. Illustration 1. The continued ratio 200, 400, 600 okay is 200:400:600. അതായത് ഇവിടെ 1:2:3 കിടക്കുന്നത്. സോ ഇതെന്താണ്? കണ്ടിന്യൂഡ് റേഷ്യോ. അതായത് ഒരേ റേഷ്യോ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയല്ലേ, അതിനെയാണ് കണ്ടിന്യൂഡ് റേഷ്യോ എന്ന് പറയും. ഓക്കെ, ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പൊ കണ്ടിന്യൂഡ് റേഷ്യോ എന്താ? ഈ റിലേഷൻ അല്ലെങ്കിൽ ഒരു ബന്ധം ഉണ്ടാവും അവിടെ ബിറ്റ്വീൻ ദ മാഗ്നിറ്റ്യൂഡ് 3 or more പേഴ്സൺ. മിനിമം എത്ര വേണം? 3 എണ്ണം വേണം. 3 മുതലധികം. ചിലപ്പോൾ ഇത് 1:2:3:2 ഇനി അടുത്ത എങ്ങനെ വരിക? 4:5:6:2 അണ്ട് അവിടെ ഒരു ബന്ധം ഉണ്ട്. അവിടെ അങ്ങനെ ഓരോന്ന് കൂടി പോവല്ലേ. ഇതിനെയാണ് പറയുന്നത് കണ്ടിന്യൂഡ് റേഷ്യോ. അപ്പൊ അവര് തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടാവും. അങ്ങനത്തെ റേഷ്യോസിന് കണ്ടിന്യൂഡ് റേഷ്യോ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പൊ അതോടുകൂടെ എന്ത് ചെയ്തു? ആ കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി അടുത്തൊരു എക്സാമ്പിളാണ്. എക്സാമ്പിൾ 1. The monthly incomes of 2 persons are in the ratio 4:5. സോ നോക്കടാ, രണ്ടാളുകളുടെ മന്ത്ലി ഇൻകം എന്ന് പറയുന്നത് 4:5 ആണ്. സോ ആൻഡ് ദെയർ മന്ത്ലി എക്സ്പെൻഡിച്ചർ എന്താ പറയാ 7:9. രണ്ടാളുടെയും മന്ത്ലി എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് 7:9 ആണ്. ഇഫ് ഈച്ച് സേവ്സ് 50 per month, find their incomes. രണ്ടാളുടെയും ഇൻകം എത്രയാണെന്ന് കണ്ടിയാണ്. രണ്ടാളും സേവ് ചെയ്യുന്ന എത്ര? 50 രൂപ വെച്ചിട്ടാണ്. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? രണ്ടാളുടെയും ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാം. എത്രയായിരിക്കും അയാളുടെ ഇൻകം? ഓക്കെ, അപ്പൊ ഇൻകം എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് രണ്ടാളെ സങ്കല്പിക്കാം, നാളുള്ള കാര്യങ്ങൾ അടക്കം. സോ
ഒന്ന് ഞാനും ഒന്ന് നിങ്ങളുമാണെന്ന് വിചാരിച്ചു. സോ എൻ്റെ പേരെന്താ? മർസൂഖ്. രണ്ടാമത്തത് നിങ്ങളാണ് കേട്ടോ, യു. ആദ്യം നമ്മുടെ ഇൻകം. ഓക്കെ, ഇൻകം എന്ന് പറയുന്നത് എൻ്റെ ഇൻകവും നിങ്ങളുടെ ഇൻകവും തമ്മിലുള്ള റേഷ്യോ ആണ് ഇവിടെ 4:5. ഇൻകം എത്രയെന്ന് അറിയില്ല, നമ്മുടെ ഇൻകത്തിന്റെ റേഷ്യോ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് എത്രയാണ്? 4:5. അതായത് എനിക്ക് 4 രൂപ വെച്ചാൽ നിങ്ങൾക്ക് 5 രൂപയാണ്, എനിക്ക് 8 രൂപയാണെങ്കിൽ നിങ്ങൾക്ക് 10 രൂപ. അപ്പൊ എത്ര ഇൻറ്റു മൾട്ടിപ്പിൾ ആണ്. അപ്പൊ ഞാൻ സപ്പോസ് എൻ്റെ ഇൻകം അപ്പൊ 4:5 കേട്ടോ, എനിക്ക് 4 നിങ്ങൾക്ക് 5. അപ്പൊ എൻ്റെ ഇൻകം ഞാൻ 4x ആയിട്ട് എടുക്കുന്നു. നിങ്ങളുടെ ഇൻകം ഓട്ടോമാറ്റിക് എത്ര വരും? 5x. ഓക്കെ, ഇനി ഞാൻ സേവ് ചെയ്യുന്ന എത്ര? 50 രൂപ. നിങ്ങൾ സേവ് ചെയ്യുന്നത് എത്ര? ഇനി എക്സ്പെൻഡിച്ചർ. എന്താ എക്സ്പെൻഡിച്ചർ? എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടെ രണ്ടാളും എക്സ്പെൻഡിച്ചർ ആണ്. എനിക്ക് എത്ര കിട്ടിയടാ? ആകെ 4x രൂപ കിട്ടി. സപ്പോസ് വേറെ എക്സാമ്പിൾ ഞാൻ പറയാം. അപ്പൊ നോക്കിക്കോ, 4x രൂപ കിട്ടി, അല്ലെങ്കിൽ നിങ്ങൾക്ക് 100 രൂപ കിട്ടി. ഈ 100 രൂപയിൽ നിന്ന് നിങ്ങൾ 50 രൂപ ചെലവാക്കി, ബാക്കി 50 രൂപ ഉണ്ടാവും. അതേപോലെ 4x എന്ന് പറയുന്നതാണ് എൻ്റെ ഇൻകം, എൻ്റെ വരുമാനം. അതിന് ഞാൻ 50 രൂപ സേവ് ചെയ്തു, ഞാൻ എന്തെങ്കിലും ഒരു അക്കൗണ്ടിലോട്ടോ എന്തെങ്കിലും സേവ് ചെയ്തു. അപ്പൊ ബാക്കി വരുന്ന എമൗണ്ട് ആയിരിക്കില്ല ഞാൻ എക്സ്പെൻസിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടാവുക. അപ്പൊ എൻ്റെ എക്സ്പെൻഡിച്ചർ എത്ര? എൻ്റെ ചെലവ് എത്രയായിരിക്കും? 4x മൈനസ് 50 അല്ലേ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട്സ് ഇല്ലല്ലോ. അപ്പൊ എൻ്റെ ചെലവ് 4x മൈനസ്, നിങ്ങളുടെ ചെലവോ 5x മൈനസ് 50. വളരെ സിമ്പിൾ അല്ലടാ? യെസ്. ഈ എക്സ്പെൻഡിച്ചറുകൾ തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? 7:9 ആണ്. ഈ എക്സ്പെൻഡിച്ചറുകൾ തമ്മിലുള്ള റേഷ്യോ 7:9 ആണല്ലോ? ആണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഫൈൻഡ് ദെയർ മന്ത്ലി ഇൻകം. അതായത് ഇൻകം ആണ് കാണേണ്ടത്. ഇൻകം എന്ന് പറയുന്നത് ആരെയാണ് ഇവിടെ കാണുന്നത്? 4xും 5xും എത്രയാണ്? അപ്പൊ 4xും 5xും എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്യെങ്കിൽ ആദ്യം എക്സ് എത്രയാണെന്ന് അറിയണ്ടേ? എക്സ് എത്രയെന്ന് അറിയണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നോക്കിക്കോ എങ്ങനെയാണ് ചെയ്യുക. എടാ, ഇവിടുന്ന് നമുക്കറിയാം ഇവര് തമ്മിലുള്ള റേഷ്യോയും ഈക്വൽ ആവണം. കാരണം ഈ എക്സ്പെൻഡിച്ചറുകൾ തമ്മിലുള്ള റേഷ്യോ ആണ് 7:2. അപ്പൊ ആദ്യം ഞാൻ ഇവര് തമ്മിലുള്ള റേഷ്യോ എന്താ? 4x മൈനസ് 50 ഡിവൈഡഡ് ബൈ 5x മൈനസ് 50 സിക്വൽ ടു 7/9 ആവണം. തീർച്ചയായിട്ടും ആവണം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നു? ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യും. എന്താ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ, ഈ 9 ഞാൻ ഇങ്ങോട്ടും കൊണ്ടുപോകും, ഈ 50 ഇതിനെ ഞാൻ ഇങ്ങോട്ടും കൊണ്ടുപോകും. കാരണം ഇവിടെ ഡിവൈഡഡ് ബൈ 9 ആണ്, അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? ഇൻറ്റു 9 ആവും. അപ്പൊ 9 ഇവിടെ 2 ടേംസ് ഉണ്ടായതുകൊണ്ട് ബ്രാക്കറ്റ് ഇടണം, 4x മൈനസ് 50. ഇനി സിക്വൽ ടു ഈ 5x മൈനസ് 15 അങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ ഡിവിഷൻ ആണ്, അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? മൾട്ടിപ്ലിക്കേഷൻ ആവും. 7 ഇൻറ്റു അവിടെയും ബ്രാക്കറ്റ് ഇടണം, കാരണം 2 ടേംസ് ഉണ്ട്, 5x മൈനസ് 50. ഇന്ന് ആദ്യം എക്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവരുടെ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഒരാളുടെ ഇൻകം എന്ന് പറയുന്നത് 4xും മറ്റൊരാളുടെ ഇൻകം 5x ആണ്. അതുകൊണ്ട് എക്സ് ആണ് ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ. അപ്പൊ എക്സ് ആണ് ഇവിടുത്തെ പ്രശ്നക്കാരൻ, മനസ്സിലായി? അയാളെ സോൾവ് ചെയ്താൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ എളുപ്പമാണ്. ഓക്കെ, ഇനി ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. 9 ഇൻറ്റു 4 36 അല്ല, പിന്നെ എക്സ് ഉണ്ട് 36 മൈനസ് 9 ഇൻറ്റു 50 450. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ അറിയുന്നു വിചാരിക്കുന്നു. ഈ 2 ടേംസ് ആയിട്ട് എന്ത് ചെയ്താൽ മതി? ഇൻറ്റു ചെയ്താൽ മതി. ഓക്കെ, സിക്വൽ ടു ഇനി ഇവിടെ 7 ആയിട്ട് ഇൻറ്റു 7 ഇൻറ്റു 5x 7 ഇൻറ്റു 5 എത്ര? 35x 7 ഇൻറ്റു മൈനസ്, ഇവിടെ മൈനസ് ആയതുകൊണ്ട് മൈനസ് ഇട്ടു, 7 ഇൻറ്റു 50 350. ഇനി ഞാൻ വീണ്ടും അറേഞ്ച് ചെയ്യാം. ഈ 35x ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു, ഇതിനെ ഞാൻ ഇങ്ങോട്ടും കൊണ്ടുവരും. സോ ഇവിടെ ആൾറെഡി ഒരു 36x ഉണ്ട്. ഈ 35 ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് 35x എന്നാവും. ഓക്കെ, ഈ മൈനസ് 450 അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? പ്ലസ് ആവും. നമുക്കറിയില്ലേ 450. ഇവിടെ ആൾറെഡി മൈനസ് 350 ഉണ്ട്. അപ്പോൾ 36 മൈനസ് 35x 450 350 പോയാൽ 100. അപ്പൊ x ഈക്വൽ ടു എത്ര കിട്ടി? 100. എക്സ് എന്ന് പറയുന്നത് എത്ര? 100. ഇനി വീണ്ടും നമ്മുടെ ഇതിലോട്ട് വരിക. നമ്മുടെ ഒരാളുടെ ഇൻകം എത്ര? 4x. അതായത് എൻ്റെ ഇൻകം 4xും നിങ്ങളുടെ ഇൻകം 5xും. അപ്പൊ എൻ്റെ ഇൻകം എത്രയായിരിക്കും? 4 ഇൻറ്റു 100 എത്രയായിരിക്കും? 400. എൻ്റെ ഇൻകം 400, നിങ്ങളുടെ 5 ഇൻറ്റു 100 എത്ര വരും? 500. രണ്ടാളുടെ ഇൻകം കിട്ടിയില്ല. ഇതേ കാര്യം തന്നെ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട്. ഓക്കെ, ഉണ്ടോ? ലാസ്റ്റ് ആൻസർ സെയിം. കാര്യം മനസ്സിലാവുക എന്നുള്ളതാണ്. കാരണം സ്റ്റെപ്പ് ഒന്നും നമുക്ക് എക്സാമിന് ഇമ്പോർട്ടൻ്റ് അല്ല. ഉണ്ടോ?
എക്സാമിന് വല്ലതും നോക്കുന്നുണ്ടോ സ്റ്റെപ്പ്? ഇല്ല, ഒരിക്കലും. ഓക്കെ, ഇനി അടുത്തൊരു, ദ റേഷ്യോ ഓഫ് പ്രൈസസ് ഓഫ് 2 houses വാസ് 16:23. രണ്ട് എന്താ പറയാ ഹൗസസിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 16:23. 2 years later, the price of first has increased 10% and that of the second by 477. അതായത് രണ്ട് വീടുകളുണ്ട്, ആ വീടിന്റെ പ്രൈസുകൾ തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 16:23 ആണ്. ഫസ്റ്റത്തെ വീടിന്റെ എന്താ പറയാ ആ വില 10% കൂടി, രണ്ടാമത്തെ വീടിന്റെ വില 477 കൂടി. ദ റേഷ്യോ ഓഫ് പ്രൈസ് ബിക്കം 11:20. എന്നിട്ട് നമ്മൾ പിന്നെ റേഷ്യോ നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി റേഷ്യോ മാറിയിട്ടുണ്ട്. ഇപ്പൊ എത്രയായിട്ട് മാറിയിട്ടുണ്ട്? 11:20 ആയിട്ട് മാറി. ഓക്കെ, ഫൈൻഡ് ദ ഒറിജിനൽ പ്രൈസ് ഓഫ് 2 houses. എങ്ങനെയാണ് രണ്ടിന്റെയും കാണാന്നുള്ളതാണ്. വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, യെസ്. അപ്പൊ നോക്കിക്കത് എങ്ങനെ ചെയ്യാന്നുള്ളത്. ഫസ്റ്റ് നമുക്ക് 2 ഹൗസ് ഉണ്ട്. ഹൗസ് 1, ഹൗസ് 2. ഒന്നാമത്തെ ഉണ്ടതും രണ്ടാമത്തെ ഉള്ളതും. ഓക്കെ, ഇതിന്റെ ഓരോന്നിന്റെ പ്രൈസ് എത്രയെന്ന് അറിയില്ല, പ്രൈസുകൾ തമ്മിലുള്ള റേഷ്യോ എത്രയെന്ന് അറിയാം. എത്രയാണ്? 16:23. അപ്പോൾ എൻ്റെ വീടിന്റെ പ്രൈസ് ഞാൻ സപ്പോസ് 16x ആയിട്ട് എടുത്തു എന്ന് വിചാരിക്കും. ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ പ്രൈസ് എത്ര വരും? 23x. ഇനി രണ്ടിന്റെ വില കൂടുക. എൻ്റെ എത്ര വില കൂടിയേ? 10%. നിങ്ങളുടെ എത്ര വില കൂടിയേ? 400, അവിടെ പറഞ്ഞിട്ടുണ്ട് 477 കൂടി. അപ്പൊ ഇപ്പത്തെ പ്രൈസ് എത്ര? രണ്ടും പാടെ കാൽക്കുലേറ്റ് ചെയ്യും. ഈ 10% ഓഫ് 16x എന്ന് പറയുന്നത് എന്താണ്? അല്ലെ, 10% കാണാൻ അറിയില്ല, എത്രയായിരിക്കും? 16x ഇൻറ്റു 10/100 അല്ലേ? 0 കട്ടാവും, പിന്നെ 10 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 1.6x വരും. ഓക്കെ, ഇവിടെയോ? ഇവിടെ ഒന്ന് ആഡ് ചെയ്താൽ മതി. അപ്പൊ ഈ പ്രൈസ് ഇൻക്രീസ് ചെയ്തതിന് ശേഷം നമ്മുടെ ഹൗസസിന്റെ വില എത്രയായിരിക്കും? അപ്പൊ ഇവിടെ എത്ര വരിക? 16x പ്ലസ് 1.6x. ഇത് അതിന്റെ 10% ആണ്. രണ്ടുപാട് ആഡ് ചെയ്യുമ്പോൾ 17.6x. ഇവിടെയോ 23x പ്ലസ് 477. ഇത് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ രണ്ടിന്റെ ഇപ്പത്തെ പ്രൈസ് കിട്ടി. ഈ പ്രൈസുകൾ തമ്മിലുള്ള റേഷ്യോ ആണ് എന്ത്? ഏത് റേഷ്യോ? 11:20 എന്ന് പറയുന്നത്. അപ്പൊ ഇവര് തമ്മിലുള്ള റേഷ്യോ ആണ് 11:20. ഓക്കെ, 11:20. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് തമ്മിൽ നമുക്കൊന്ന് റേഷ്യോ എഴുതാം. അപ്പൊ ഇവര് തമ്മിലുള്ള റേഷ്യോ സെയിം ആരാണ്? 7:6x ഡിവൈഡഡ് ബൈ 23x പ്ലസ് 477 11/20. നേരത്തെ അതേപോലെ സെയിം പ്രൊസീജിയർ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. ഇപ്പൊ എന്ത് വരും? 17.x ഇൻറ്റു 20 സിക്വൽ ടു 11 ഇൻറ്റു നേരത്തെ പോലെ 20നെ എങ്ങോട്ട് കൊണ്ടുപോയി, ഇതിനെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയി. ഓക്കെ, സോ 11 ഇൻറ്റു ബ്രാക്കറ്റ് ഇടണം 23x പ്ലസ് 477. നമ്മൾ എന്ത് ചെയ്യുന്നു? കാൽക്കുലേഷൻ ചെയ്യുന്നു. സോ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ എന്ത് വരും? ആദ്യം 17.6 ഇൻറ്റു 20 ചെയ്യണം. അപ്പം 352x എന്ന് വരും. ഓക്കെ, ഇത് ഇൻറ്റു ചെയ്താൽ മതി. ഓക്കെ, ഇൻറ്റു ചെയ്യാൻ നിങ്ങൾക്ക് അറിയാലോ. ഇനി ഇവിടെ ഇൻറ്റു ചെയ്യുക. അപ്പൊ എന്ത് വരും? 23 ഇൻറ്റു 11 എന്ന് വരും. അപ്പൊ എത്ര വരും? 253x എന്ന് വരും. പ്ലസ് 11 ഇൻറ്റു രണ്ടുമായിട്ട് ഇൻറ്റു ചെയ്യണം. 11 ഇൻറ്റു 477. 11 ഇൻറ്റു 477. 400 എത്ര വരികയെന്നറിയോ? 52,047. അതന്നെയല്ലേ? ഓക്കെ, 52,047. ഇനി ഇതിന് എക്സ് കാണണം. എക്സ് കാണാൻ വേണ്ടിയിട്ട് ഈ നമ്പറിന് ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പം എന്ത് വരും? 352x മൈനസ് ഇവിടെ പ്ലസ് ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? പ്ലസ് ആവും. എക്സ് സിക്വൽ ടു 52,047. ഇപ്പൊ എത്ര കിട്ടും? 352 മൈനസ് 253 99x എന്ന് കിട്ടും. 99x ഇസ് ഈക്വൽ ടു 5247. എക്സ് ഇസ് ഈക്വൽ ടു എന്ത് വരും?
ഈ 99 എങ്ങോട്ടും ഉണ്ടോ? അപ്പം തരും 5247 ഡിവൈഡഡ് ബൈ 99. 5247 ഡിവൈഡഡ് ബൈ 99 എത്ര കിട്ടും? 53 കിട്ടും. അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു എത്ര കിട്ടി? 53. ഇപ്പോഴും നമ്മുടെ പ്രൈസ് കിട്ടിയോ? ഇല്ല, എക്സ് കിട്ടിയുള്ളൂ. ഇത്രയും പ്രോസസ്സ് മനസ്സിലായി. പ്രൈസ് എത്രയായിരുന്നു? 16x 23x. അപ്പൊ നമ്മൾ വീണ്ടും കാണണം. 16x എന്ന് പറഞ്ഞാൽ എന്താ? 16 ഇൻറ്റു 53 ഇൻറ്റു 16 എത്ര വരും? 848. മറ്റോടത്തോ 23 ഇൻറ്റു 53 രണ്ടാമത്തിൻ്റെയോ 1219. ഇതന്നെയല്ലേ എവിടെയും കിട്ടിയേ? ഉണ്ടോ? 848 1219. അപ്പൊ എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അതിനെ അപ്രോച്ച് ചെയ്യാന്ന് മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ റേഷ്യോ. Will the total wages of the workers of a factory increased or decreased if there be a reduction in the number of workers in the ratio 15:11? നോക്കടാ, കുറച്ച് ആളുകളുണ്ട് ഫാക്ടറിയിൽ. അവരുടെ വർക്കേഴ്സ് ഒന്നല്ലെങ്കിൽ എന്ത് ചെയ്യാം? കൂടാം, കുറയാം. ഇഫ് ദർ ഈസ് എ റിഡക്ഷൻ ഇൻ ദ നമ്പർ ഓഫ് വർക്കേഴ്സ് 15:11. അപ്പൊ ഇപ്പൊ ഉള്ള നമ്പർ ഓഫ് വർക്കേഴ്സ് എന്താ? കുറയാണ്. 15 ഉള്ളത് 11 കുറയാണ്, അല്ലെങ്കിൽ ആ ഒരു റേഷ്യോയിൽ കുറയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആൻഡ് ഇൻക്രിമെന്റ് ഇൻ ദ വേജസ് ഇൻ ദ റേഷ്യോ 22:25. ഇൻക്രിമെന്റ് അവർക്ക് കൂട്ടുന്നുണ്ട്. അവരുടെ സാലറി കൂട്ടി കൊടുത്തു. ഏത് റേഷ്യോല? 22:25. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താ കാണണ്ടേ? ഫൈൻഡ് ദ വാട്ട് വിൽ റേഷ്യോ ഓഫ് ദ വർക്കേഴ്സ് ഇൻ ഫാക്ടറി. എത്രയാണ് കൂടുന്നത് എന്നുള്ളതാണ് കാണേണ്ടത്. സോ ഇത് വെച്ചിട്ട് തന്നെ ഞാൻ ആൻസർ പറഞ്ഞുതരാം, ടെസ്റ്റ് വെച്ചിട്ട്. കാരണം ടെസ്റ്റിൽ അത് വളരെ വൃത്തിക്ക് പറയുന്നുണ്ട്. സോ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഏത് റേഷ്യോയിലാണ് അപ്പോൾ ടോട്ടൽ വേജ് കൂടുന്നത് കുറയുന്നത് എന്നുള്ളതാണ്. ഇവിടെ കുറെ സംഭവങ്ങൾ എന്തിലും നടക്കുന്നുണ്ട്? ഫാക്ടറിയിൽ നടക്കുന്നുണ്ട്. ആ ഫാക്ടറിയിൽ നടത്തിയ ശേഷം എന്തെല്ലാം മാറ്റങ്ങൾ വന്നു, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഉണ്ടായത്, അതാണ് നോക്കുക. സോ നോക്കിക്കോ, എന്താണ്? ലെറ്റ് എക്സ് ബി ദ ഒറിജിനൽ നമ്പർ ഓഫ് വർക്കേഴ്സ്. ഓക്കെ, ഒറിജിനൽ നമ്പർ ഓഫ് വർക്കേഴ്സ് എന്ന് പറയുന്നത് എക്സ് ആണ്. അതായത് ഒരു ഫാക്ടറി ഉണ്ട്, ആണ് ആ ഫാക്ടറി എന്ന് വിചാരിച്ചോ. ഇതിൽ എത്ര ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്? എക്സ്. അവരുടെ വേജ്, അതായത് അവർക്ക് കൊടുക്കുന്ന സാലറി എന്ന് പറയുന്നത് എത്ര? വൈ ആണ്. ഓക്കെ, ദെൻ ദ ടോട്ടൽ വേജ്. അങ്ങനെയാണ് ഈ എക്സ് ആൾക്ക് വൈ രൂപ കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ഒരു മാസത്തിൽ എത്ര രൂപ കൊടുക്കേണ്ടി വരും? എക്സ് വൈ. സപ്പോസ് അവിടെ 1000 ഉറുപ്പ്യാണ് ഒരാളുടെ സാലറി എന്ന് വിചാരിക്കും. 10 ആൾക്ക് കൊടുക്കണമെങ്കിൽ 10 × 1000 10,000 റുപ്യ കൊടുക്കേണ്ട ഒരു മാസം. അതേപോലെ എക്സ് വൈ. ഓക്കെ, ഇനി ഇതാണ് തുടക്കത്തിലുള്ള അവസ്ഥ. ഈ കുറെ കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചു. എന്താ ഉണ്ടായത്? ആൾക്കാരെ നമ്മൾ കുറച്ചു. ഏത് റേഷ്യോയിലോ കുറച്ച്? 15:11. അങ്ങനെയാണെങ്കിൽ പുതിയ ആളുകളുടെ നമ്പർ എന്തായിരിക്കും? ഞാൻ പറഞ്ഞിട്ടുണ്ട്, റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ആ ഒരു പോയിന്റ് നമ്മൾ കഴിഞ്ഞതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞുതരാം അവിടെ ഡിസ്കസ് ചെയ്തത്. ഇവിടെ ഉണ്ടായിരുന്നല്ലോ, if a quantity increases the point, quantity increases or decreases, a ratio a is to be the new quantity. A is to b ആണെങ്കിൽ അത് എന്തായിരിക്കും? b by a ആയിരിക്കും. അപ്പൊ ജസ്റ്റ് റെസിപ്രോക്കൽ എടുത്താൽ മതി. അപ്പൊ എക്സ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ആദ്യത്തെ ക്വാണ്ടിറ്റി. ഓക്കെ, അതായത് ആദ്യത്തെ നമ്പർ ഓഫ് ആൾക്കാർ അല്ലെങ്കിൽ നമ്പർ ഓഫ് വേജസ് എത്രയാണ്? എക്സ് എന്ന് പറയുന്നതാണ്. അവർ ഏത് റേഷ്യോയിലാണ് ഇപ്പോൾ കുറച്ചത്? നമ്മൾ കുറക്കുക ചെയ്തത് എത്ര? 15:11. അപ്പൊ എത്രയായി അവരുടെ? 15:11 എന്ന് പറഞ്ഞാൽ എന്താ? 15/11 ആ. ഇതിന്റെ റെസിപ്രോക്കൽ, അതായത് തല തിരിച്ചിട്ട് എന്തായിട്ട് വരും? 11/15. അതിന്റെ കൂടെ ഒരു എക്സ് കൂടെ ഇട്ടാൽ മതി. ഉണ്ട്. അപ്പൊ എന്താ പറയാ, പുതിയ നമ്പേഴ്സ്, അതായത് കുറച്ചതിന് ശേഷം എത്ര നമുക്ക് കൃത്യമായിട്ട് എല്ലാം പറയാം. പക്ഷെ ഇൻ ടേംസ് ഓഫ് റേഷ്യോ എത്ര? 11x/15. ഓക്കെ, അപ്പൊ അതിലൊന്ന്. ഇനി ഇൻക്രിമെന്റ് ചെയ്തിട്ടുണ്ട്, വേജ് കൂട്ടി കൊടുത്തു. ഏത് റേഷ്യോയിലാണ് കൂട്ടി കൊടുത്തത്? 25:22 എന്നുള്ള റേഷ്യോ. ഓക്കെ, അപ്പൊ 22:25 എന്ത് വരും? അപ്പൊ 22
22/25 അതല്ല ഈ റേഷ്യോ എന്ന് പറയുന്നത്. ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കുന്നത് വരും 25/22. പിന്നെ ഒരു y കൂടെ ഇട്ട് കൊടുത്താൽ മതി. കണ്ടോ അതാണ് ഇവിടെ കിടക്കുന്നത്. 25/25y/22. ഇതാണ് ഇപ്പോഴത്തെ വേജും ഇപ്പോഴത്തെ സാലറി. ഞാൻ ഇതാണ് ഹൈലൈറ്റ് ചെയ്യാം. ഞാൻ ഇപ്പൊ ഹൈലൈറ്റ് ചെയ്തതാണ്, അതായത് കൂട്ടലിനെയും കുറക്കലിനൊക്കെ ശേഷം ഉള്ള എന്താ പറയാ വേജും സാലറി. ഇനി നമുക്ക് എന്ത് കാണണം? ടോട്ടൽ വേജ് കാണണ്ടേ. ആദ്യത്തെ ടോട്ടൽ വേജ് എത്രയായിരുന്നു? XY ആയിരുന്നു. ഇനിയിപ്പോ ഈ കുറച്ചും കൂട്ടിയൊക്കെ കഴിഞ്ഞപ്പോൾ എത്രയായി ടോട്ടൽ വേജ്? ഇത് രണ്ടു പാടെ മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അതായത് സാലറി ഇൻറ്റു എത്ര നമ്പർ ഓഫ് വർക്കേഴ്സ് ഉണ്ട്, എത്ര ആൾക്കാരുണ്ട്? 11/15x. ഓക്കെ, മറ്റേതോ എത്ര അവർക്ക് കൊടുക്കുന്ന സാലറി? 25/22y. രണ്ടും പാടെ എന്ത് ചെയ്തപ്പോൾ എത്ര കിട്ടി? ഇവിടെ കട്ട് ചെയ്യാൻ പറ്റും കുറച്ചൊക്കെ. 11ഉം 22ഉം കട്ട് ചെയ്തൂടെ? 11ൽ എത്ര 11 ഉണ്ട്? 1. 22ൽ എത്ര 11 ഉണ്ട്? 2. ഈ 25ഉം 5ഉം കട്ട് ചെയ്തൂടെ? ഇവിടെ എത്ര വരും? 3 എന്ന് വരും. ഇവിടെ എത്ര വരും? 5 എന്ന് വരും. ഓക്കെ, 2 × 3 6. പിന്നെ മുകളിൽ 5 ഉണ്ട്, 5. പിന്നെ മുകളിൽ x ഉണ്ട്, y ഉണ്ട്. അപ്പൊ അങ്ങനെയാണ് 5x/6 എന്ന് വരുന്നത്. മനസ്സിലായോ? യെസ്. അപ്പൊ നോക്കട്ടോ, 5/x/6 ആണ്. അപ്പൊ XY എന്നുള്ള പൈസ, XY എന്നുള്ളത് എന്തായിട്ട് മാറി? 5xy/6 എന്നായി. അതായത് ഇപ്പൊ ഈ റേഷ്യോയിലാണ് എന്ത് ചെയ്തത്? പ്രൈസ് കൂടിയത്. അപ്പൊ അതിന്റെ ജസ്റ്റ് റെസിപ്രോക്കൽ എടുക്കുക. നേരത്തെ പറഞ്ഞതിന്റെ തിരിച്ച്. മനസ്സിലാവുന്നുണ്ട് വിചാരിക്കാണ്. കാരണം ഇങ്ങനെയാണ് നിങ്ങൾക്ക് റേഷ്യോ വരുന്നുണ്ട്. അതായത് XYയും XY ഇവിടെ കട്ടായി പോകും. ഇവിടെ എങ്ങനെയാണെന്നാണോ വെച്ചാൽ ഏത് റേഷ്യോ അല്ല. അപ്പൊ ആദ്യത്തെ റേഷ്യോ എന്താ? XY. രണ്ടാമത്തെ റേഷ്യോ എന്താ? 5xy/6. ഇതല്ല റേഷ്യോ. ഇവിടെ XYയും XYയും ക്യാൻസൽ ആവും. ഓക്കെ, എന്നിട്ട് ഈ 6നെ ഇങ്ങോട്ട് കൊണ്ടുവരും. ഈ നമ്മൾ ഈക്വൽ ടു ഒക്കെ ചെയ്യുന്ന ട്രാൻസ്പോസ് എന്ന് പറയാം. ഇവിടെ എന്താ പറയാ, റേഷ്യോയിൽ നമുക്ക് ചെയ്യാം. അപ്പൊ ഈ 6 വരുമ്പോൾ പിന്നെ ഇവിടെ ആരാണ്ടാവുക? 1. 1 × 6. ഇവിടെ ആരാണ്ടാവുക? 5. അതായത് 6:5 എന്ന് വരും. ഓക്കെ, അപ്പൊ അവര് തമ്മിലുള്ള റേഷ്യോ ആണ് 6:5. അല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കാന്ന് മനസ്സിൽ വിചാരിച്ചാലും മതി, അതും കറക്റ്റ് ആണ്. അപ്പൊ അതോടുകൂടെ റേഷ്യോ എന്ന് പറയുന്ന യൂണിറ്റ് കംപ്ലീറ്റ്ലി കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇത് എന്റെ പാർട്ടാ കഴിഞ്ഞത്. ഇനി ഒരാളുടെ പാർട്ട് ബാക്കിയുണ്ട്, നിങ്ങളുടെ പാർട്ട്. യെസ്. അപ്പൊ ഇതാണ് എക്സസൈസ് 1A ആണ്. സോ നമ്മളത് സെപ്പറേറ്റ് സൊല്യൂഷൻ അടക്കുന്നുണ്ട്. സോ അതെങ്ങനെയാണ് കവർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ആ PDF അവൈലബിൾ ആയിരിക്കും. സോ ഓക്കെ, ഇതാണ് നമ്മുടെ എന്ത് സൊല്യൂഷൻ ഉള്ളത്. ഓക്കെ, യെസ്. ഇതിൽ നിങ്ങൾക്ക് കാണാം, ഫസ്റ്റ് നോക്കിക്കോ, നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, സോ അപ്പൊ നോക്കിക്കോ, ഇതെന്ന് പറയുന്നത് ഫുൾ PDF ഉണ്ട്. അതായത് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഫുൾ എക്സസൈസ് ഇതിൽ വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഫുൾ ഈ ഭാഗം എന്ന് പറയുന്നത് ഫുൾ നിങ്ങളുടെ പാർട്ടാണ്. ഞാൻ ഇതിൽ ഹെൽപ്പ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഇതിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇത് ഞാൻ ചെയ്യല്ല, നിങ്ങൾ ചെയ്യണം. എന്നിട്ട് ഇതിൽ ഫുൾ ആൻസറും ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് ഞാൻ കുറച്ച് ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക് ഒരു പരിചയത്തിന് വേണ്ടിയിട്ട്. ദി ഇൻവേഴ്സ് റേഷ്യോ ഓഫ് 11:15. ഇൻവേഴ്സ് റേഷ്യോ എന്താ? ജസ്റ്റ് തല തിരിച്ചിടുക. എത്ര ആയിരിക്കും? പോയോ? 15:11. ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ ഇതാണോ? ഓപ്ഷൻ എ. അതിന്റെ താഴെ ഉണ്ടാവും സൊല്യൂഷൻ. ദ ഇൻവേഴ്സ് റേഷ്യോ ഓഫ് A/B. ഇവിടെ സൊല്യൂഷൻ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ എ. ഓക്കെ, യെസ്. അപ്പൊ നോക്കി, ബാക്കിയുള്ളതൊക്കെ നിങ്ങളുടെ പാർട്ടാണ്. പക്ഷെ കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ഇവിടെ ചോദിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഇവിടെ ചോദിക്കുന്നുണ്ട്. പക്ഷെ ഇതിൽ ചില ബുദ്ധിമുട്ടുള്ള ഏരിയാസ് ഉണ്ട്. അത് ഞാനാണ് കവർ ചെയ്ത് തരാം. എല്ലാത്തിന്റെ ആൻസർ ഇവിടെ ഉണ്ട്. ഇത് ഞാൻ ചെയ്യേണ്ടതല്ല, നിങ്ങൾ ചെയ്യേണ്ടതാണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചോദിച്ച് ക്ലിയർ ചെയ്യണം. മനസ്സിലായോ? കണ്ടോ, എടുക്കേണ്ട എക്സാമ്പിൾസും ആ പോർഷനാണ് ഒരു ടീച്ചർ എന്ന നിലക്ക് അത് ക്ലിയർ ചെയ്ത് തരേണ്ടത്. പക്ഷെ ബാക്കി വരുന്ന പണി എന്ന് പറയുന്നത് നിങ്ങളുടെ പറഞ്ഞ ഈ പണി നിങ്ങൾ എടുക്കുമ്പോഴാണ് നിങ്ങളുടെ ഈ കപ്പാസിറ്റി കൂടുന്നത്. എപ്പോഴാണ് CA ഫൗണ്ടേഷൻ പാസ്സാണ്. മനസ്സിലാവുന്നുണ്ടോ? യെസ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നത് തന്നെ ആയിരിക്കും കേട്ടോ. അറിയില്ല എന്നുണ്ടെങ്കിൽ സൊല്യൂഷന് നോക്കണേ. സൊല്യൂഷന് നോക്കിയിട്ടും മനസ്സിലാവണില്ല എന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ. ഓക്കെ, കാരണം ഇതിന് കുറച്ച് ബേസിക്സ് കൂടെ ആവശ്യമാണ്. നിങ്ങളിപ്പോൾ പഠിച്ച കാര്യങ്ങൾ മുമ്പ് നിങ്ങൾ ഈ ഇതുമായി ബന്ധപ്പെട്ട് പഠിച്ചിട്ടുള്ള കാര്യങ്ങളൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ.
ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അടുത്തൊരു ഇതിലോട്ട് ഞാനൊരു ഇത് വരികയാണ്. ഡൗട്ടുകൾ നമുക്ക് വേണമെങ്കിൽ പിന്നീട് ക്ലിയർ ചെയ്യാം. നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാം, അടുത്ത ക്ലാസ്സിലോട്ട് വരുമ്പോൾ ഇത്രയും പോർഷൻസ് നിങ്ങൾ സ്വന്തമായി വർക്കൗട്ട് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വരണം. ഓക്കെ, അതാണ് നിങ്ങൾക്ക് അടുത്ത ഡേയിലോട്ടുള്ള ടാസ്ക് എന്ന് പറയുന്നത്. ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. ഓക്കെ, യെസ്. അപ്പൊ നിങ്ങൾ ഏതുവരെ ചെയ്യേണ്ടത്? 38 അവിടേക്കൊന്നും എത്തണ്ട. നമ്മുടെ ഏത് ക്വസ്റ്റ്യൻ വരെയാണ് ഇതിൽ എത്ര ഉള്ളതടാ? ഓക്കെ, 25 വരെ. ഈ 25 വരെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം അടുത്ത ക്ലാസ്സിൽ വരാൻ. ഓക്കെ, അതോടുകൂടെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. അപ്പോൾ അതെന്ത് ചെയ്യും, നമ്മൾ ക്ലാരിഫൈ ചെയ്യും. ഓക്കെ, യെസ്. ബാക്കിയുള്ള കാര്യങ്ങൾ, അപ്പോൾ അതാണ് അത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ബാക്കി അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഏത് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യും? പ്രപ്പോർഷൻസ് എന്ന് പറയുന്ന യൂണിറ്റ്, ചാപ്റ്റർ 1-ലെ 2ാമത്തെ യൂണിറ്റ് പ്രപ്പോർഷൻസ്. ഓക്കെ, ഡിഫിക്കൽട്ടീസ് ഉള്ള ഏരിയാസ് ഇതിൽ ഉണ്ടാകും, എനിക്കറിയാം. പക്ഷെ നിങ്ങളത് വർക്ക്ഔട്ട് ചെയ്ത് പോയിന്റ് ചെയ്തിട്ട് വേണം വരാൻ. ഓക്കെ, അപ്പോൾ അതിനത് ക്ലാരിഫൈ ചെയ്ത്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ പ്രപ്പോർഷൻസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ.